ഹായ് ഓൾ സിവിൽ ടെക് ക്ലോക്സിലേക്ക് എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഏറെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം ഈ മാസവും അടുത്ത മാസവും ഒക്കെ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം എക്സാമുകളാണ് വരാനിരിക്കുന്നത്. നമുക്കറിയാം ഈ ജൂൺ ജൂലൈ മാസം എന്ന് പറയുന്നത് മറ്റ് ബ്രാഞ്ചുകളെയൊക്കെ അപേക്ഷിച്ച് സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് കേരള PSC കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷവുമൊക്കെ എക്സാമുകൾ ബൾക്കായിട്ട് നടത്താറുണ്ട്. നല്ല വേക്കൻസീസും ഉണ്ട്. നമുക്കൊരു നല്ല റാങ്കിലേക്ക് എത്തുകയാണ് എങ്കിൽ അതിൽ നിന്ന് അപ്പോയിൻമെൻ്റ് ഒക്കെ വരുന്നത് ഈസി ആയിട്ട് നടക്കും. ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള ജോലിയിലേക്ക് നിഷ്പ്രയാസം നമുക്ക് എത്തിച്ചേരാനും സാധിക്കുന്നതാണ്. സോ അതിൻ്റെ അവസാനഘട്ട തയ്യാറെടുപ്പ് എങ്ങനെ ചെയ്യണം എന്നതാണ് എൻ്റെ ഈ വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനും ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒരിക്കലും ഈ ചാനൽ നേരത്തെയുള്ള കാര്യങ്ങൾ അറിയത്തില്ല. അപ്പം കുറേയേറെ മോക്ക് ടെസ്റ്റുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് മായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ മോക്ക് ടെസ്റ്റുകളുണ്ട്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനുകൾ നടത്തിയിട്ടുണ്ട്. ഗ്രാൻഡ് മോക്ക് ടെസ്റ്റ്, ഓരോ എക്സാമുകളും നേരത്തെ വരുന്ന സമയത്തൊക്കെ ഞാൻ ഗ്രാൻഡ് മോക്ക് ടെസ്റ്റുകളും നടത്തിയിട്ടുണ്ട്. സോ ഇതൊക്കെ തയ്യാറെടുപ്പിന് നല്ല രീതിയിൽ ഉപയോഗപ്പെടും. സോ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നമുക്ക് അപ്കമിങ് ആയിട്ടുള്ള എക്സാമുകൾ, ഏതൊക്കെ എക്സാമുകൾക്കാണ് നിങ്ങൾ ഇനിയും തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് എഴുതാൻ പോകുന്നവർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ഈ എക്സാമുകളൊക്കെ. ജസ്റ്റ് ഒന്ന് ഞാൻ ബ്രീഫ് ചെയ്യുന്നതേ ഉള്ളൂ. ആദ്യത്തേത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എക്സാം ആണ്. 8/7 ജൂലൈ 8 തീയതിയാണ് നടക്കുന്നത്. അടുത്തത് ഓവർസിയർ ഗ്രേഡ് 2 ആണ്, പബ്ലിക് വർക്ക്സ് അല്ലെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള. അടുത്തത് ട്രേസർ എക്സാം ആണ്, കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. 23/7 നടക്കുന്നത്. അടുത്തത് ഓവർസിയർ ഗ്രേഡ് 2 ആണ്, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, അത് 30 നടക്കുന്നത്. അതേപോലെ അതിന്റെ ഗ്രേഡ് 3 എക്സാം അത് 30 തന്നെയാണ് അതും നടക്കുന്നത്. അപ്പം ഇത്രയും എക്സാമുകളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഈ എക്സാമുകൾക്ക് അവസാന ഘട്ടമായിട്ട് ഈ ഒരു മാസം കൊണ്ട് ഒരു മാസം നമുക്ക് കൂട്ടിയാൽ മതി. ആ ഒരു മാസം കൊണ്ട് എങ്ങനെ നിങ്ങൾ നന്നായിട്ട് തയ്യാറെടുക്കണം എന്നതാണ് പറയാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ക്വിക്ക് റിവിഷൻ. ഇപ്പൊ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവാം. ഇവര് നമുക്ക് ക്വിക്ക് റിവിഷന് ആവശ്യമായ റിവിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഫ്രീക്വൻ്റ്ലി ചെയ്യേണ്ട കാര്യമാണ്. കാരണം മനുഷ്യന്മാരാണ്, നമ്മൾ പഠിക്കുന്ന കുറേയേറെ സബ്ജക്റ്റുകളുണ്ട്, ഇതെല്ലാം മറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഈ റിവിഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ ടോപ്പിക്സും റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കാനാണ് ക്വിക്ക് റിവിഷൻ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സബ്ജക്റ്റും എടുക്കുമ്പോൾ ആ സബ്ജക്റ്റ് ചെറിയ പോർഷനാണ് പഠിക്കുന്നതെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ചെറിയ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്ന് വെച്ചാൽ എക്സാമിൻ്റെ തലേന്നോ അല്ലെങ്കിൽ 2-3 ദിവസം മുമ്പോ നമുക്ക് ആ ഒരു കാര്യം പഠിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് പഠിക്കാൻ ഈ 2-3 പോയിന്റ്സുകൾ മാത്രം റിക്കളക്ട് ചെയ്താൽ മതിയാവും. നമുക്കത് കിട്ടുന്ന രീതിയിൽ നമ്മളതിനെ എന്ത് ചെയ്യണം, ഷോർട്ട് ആക്കണം. അല്ലാതെ വലിയൊരു നോട്ട്സ് നമ്മൾ എക്സാമിൻ്റെ 2-3 ദിവസം മുമ്പൊക്കെ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിൻ അത്ര ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒരു ചെറിയ ക്യാപ്സ്യൂൾ ആക്കിയിട്ട് ചെറിയ രീതിയിൽ അത് എഴുതി വെക്കണം. അത് നിങ്ങളുടെ സെൽഫ് നോട്ടാണ്, അല്ലാതെ ഹാൻഡ് ബുക്കിലോ അല്ലെങ്കിൽ മറ്റ് രീതിയിലോ അല്ലെങ്കിൽ PDF ആയിട്ടോ ഒന്നും ആവരുത്. നമ്മുടെ ഹാൻഡ് റിട്ടേൺ ആയിട്ട് തന്നെ ക്വിക്ക് റിവിഷൻ എഴുതിയിരിക്കണം. എന്ന് വെച്ചാൽ പെട്ടെന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് റിട്ടേൺ ആയിട്ട് തന്നെ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കളക്ട് ചെയ്യാൻ പറ്റും. എക്സാം ഹാളിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ എഴുതിയ ഹാൻഡ് റൈറ്റിങ് നിങ്ങൾ എവിടെയാണ് അത് എഴുതി വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കത് റിക്കളക്ട് ചെയ്യാൻ പറ്റണം. അതാണ് ക്വിക്ക് റിവിഷൻ എന്ന് വെച്ചാൽ. എന്നുവെച്ചാൽ സിലബസ് നിങ്ങൾ ഓൾറെഡി ഇപ്പം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആ കംപ്ലീറ്റ് ചെയ്തത് ചെറിയ നോട്ട്സുകളാക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് 2-3 ദിവസം മുമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പം ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സിലബസ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓരോ ടോപ്പിക്കും നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ചെറിയ
ചെറിയ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ എക്സാമിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെങ്കിലും ആ ഒരു പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിക്കളക്ട് ചെയ്ത് വരണം. അതിനെയാണ് റിവിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒത്തിരി സബ്ജക്റ്റ് പഠിക്കുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് സംബന്ധിച്ച് സിലബസ് എന്ന് പറഞ്ഞാൽ കുറച്ചേറെ വാസ്റ്റ് ആണ്. അപ്പം ഓരോന്നും നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഇറിഗേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ കുറേ സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്തില്ലെങ്കിൽ ഓരോ ടോപ്പിക്സും നമുക്ക് എന്ത് ചെയ്യും, മിസ്സാവാൻ തുടങ്ങും. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കണം. റിവിഷൻ ചെയ്തുകൊണ്ടേ, ഫ്രീക്വൻലി റിവിഷൻ നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും. കുറച്ചുകൂടി റിവൈസ് ചെയ്യുമ്പോൾ നമ്മളത് കുറച്ച് ബ്രെയിൻ അതങ്ങ് മെമ്മറബിളായി അത് സെറ്റായിട്ടിരിക്കും. സോ അതുകൊണ്ട് ക്വിക്ക് റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ പേപ്പറിൽ നിങ്ങളത് എഴുതി വെക്കുക എന്നതാണ്. എഴുതി വെച്ചിട്ട് എക്സാമിന് തലേന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അത് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. അതാണ് ക്വിക്ക് റിവിഷനകത്ത് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എനിക്ക് തോന്നുന്നു കുറേ നാൾ വരെ അത് ഫോളോ ചെയ്താൽ നല്ല റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ ഈ ഒരു 2-3 വർഷം കൊണ്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, കുറേയേറെ ക്വസ്റ്റ്യൻസുകൾ കാണണം. എന്ന് വെച്ചാൽ പുതിയ ടൈപ്പ് കുറേ ക്വസ്റ്റ്യൻസ് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം സിവിൽ എഞ്ചിനീയറിംഗ് ആയിട്ട് കുറേ ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇപ്പം പഠിച്ചിറങ്ങിയ പിള്ളേർ തന്നെ വെച്ചാൽ ഈ ബിടെക് കഴിഞ്ഞ ഉടനെ തന്നെ അല്ലെങ്കിൽ എംടെക് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഗവൺമെന്റ് കോച്ചിങ്ങിലേക്ക് പോകുന്നവരുണ്ട്. അപ്പം കുറേ ആളുകൾ നേരത്തെ മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ എത്ര പഠിച്ചു എന്നതല്ല, എത്ര നാൾ കുറേ ഇരുന്ന് പഠിച്ചു എന്നതൊന്നും അവിടെ ഒരു ഫാക്ടറേ അല്ല. കാരണം എത്രമാത്രം മുമ്പിലേക്ക് നമ്മൾ റാങ്കിലേക്ക് വരുന്നുണ്ട് എന്നതാണ് അത് നമ്മളെ നിർണ്ണയിക്കുന്നത്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് കാണണം, നന്നായിട്ട് റിവൈസ് ചെയ്യണം, കുറേ ടെസ്റ്റുകൾ പങ്കെടുക്കണം. അങ്ങനെയൊക്കെ ആയിരിക്കും റാങ്ക് ബൂസ്റ്റ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ എത്ര നേരം പഠിച്ചെന്നോ എത്ര നാൾ പഠിച്ചെന്നോ അതൊരു ഒരു ഒരു ഫാക്ടറേ അല്ല. സോ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുക. അപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ധാരാളം ഉണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളുണ്ട്, വെബ്സൈറ്റുകളുണ്ട്, ഓൺലൈൻ നമുക്ക് ബുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പം മാക്സിമം ആ കിട്ടുന്ന സ്ലോട്ടുകൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം എന്ത് ചെയ്യുക, അത് എക്സ്പ്ലോർ ചെയ്യുക. അപ്പം അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുക, അത് കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. അപ്പം ഇത് വർക്കൗട്ട് ചെയ്യുന്ന വഴി ഏതെങ്കിലുമൊക്കെ ടോപ്പിക്സ്, ഏതെങ്കിലുമൊക്കെ സിലബസ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ആ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കണം. അപ്പം വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് ഏതെങ്കിലും ഒരു സിലബസ് ആണെങ്കിൽ ആ സിലബസ് നമുക്ക് ചൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് മാത്രം വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ ഒരിക്കലും ക്വസ്റ്റ്യൻ ഇത് മാത്രം എന്ന് പറയില്ല, കാരണം ഇപ്പോഴത്തെ പാറ്റേൺ മാറുന്നതുകൊണ്ട് കുറേയേറെ ക്വസ്റ്റ്യൻസ് എങ്കിലും കാണണം, കുറേയേറെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, റാങ്ക് ബൂസ്റ്റിലേക്ക് എത്താൻ കഴിയൂ. അതൊരു വലിയൊരു ഫാക്ടറാണ്. നിങ്ങൾക്ക് കുറേ ഉദ്യോഗാർത്ഥികളാണ്, കോമ്പറ്റീഷൻ ഒത്തിരി രീതിയിൽ കൂടുതലാണിപ്പം. അപ്പം നമുക്ക് എത്രമാത്രം ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുമോ റാങ്ക് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, അതാണ് ഏറ്റവും ബെറ്റർ. സോ ലാസ്റ്റ് വൺ ആണ് മോക്ക് എക്സാംസ്. ഈ മോക്ക് എക്സാംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു പഠിച്ചു, ഏതൊക്കെ സിലബസ് കവർ ചെയ്തു, സബ്ജക്റ്റ് എല്ലാം ഓവറോൾ നോക്കിയതാണോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് സ്വയം വിലയിരുത്താം. നമുക്ക് ചെയ്തതിൻ്റെ ഒരു ഓവറോൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയോ എന്ന് ജസ്റ്റ് നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മോക്ക് എക്സാംസ് എന്ന് പറയുന്നത്. മാക്സിമം കിട്ടുന്ന മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യും. ഞാൻ ഇത്രയും പഠിച്ചു, ഓക്കെ ഞാൻ ഇത്രയും പഠിച്ചല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. ഇനി വിട്ട് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്സ് നിങ്ങൾക്ക് അത് കണ്ടുപിടിച്ച് അതെന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ സിലബസ് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റും. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. മോക്ക് എക്സാംസ് മാക്സിമം നിങ്ങൾ കാണുക. കുറേയേറെ ഒറിജിനൽ എക്സാം എഴുതുന്നതിന് മുമ്പ് ഈ മോക്ക് എക്സാമുകൾ എഴുതുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ മോക്ക് എക്സാമിൽ നിങ്ങൾക്ക് കുറേയേറെ ഫോൾട്ട് പറ്റും, കുറേയേറെ തെറ്റുകൾ. എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ച സാധനമാണെങ്കിൽ പോലും അവിടെ മോക്ക് എക്സാമിൽ വരുമ്പോൾ നിങ്ങൾ ഓർക്കണമെന്നില്ല. അപ്പം അത് കണക്ട് ചെയ്യാൻ എന്തെങ്കിലും കോഡ് യൂസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തന്നെ ഒരു ടെക്നിക്കുകൾ കണ്ടെത്തും. അപ്പം അതാണ് ഈ മോക്ക് എക്സാംസ് എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾ അതിനെ നിങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യുക. ഈ ഒറിജിനൽ എക്സാമിന് മുമ്പ് പക്ഷേ ഈ മോക്ക് എഴുതി നിങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ
ഒറിജിനൽ എക്സാം എഴുതുമ്പം ഈ മോക്കിലുണ്ടായ ഒരു തെറ്റും ആവർത്തിക്കാതിരിക്കും. അപ്പം അങ്ങനെ വരുമ്പം നിങ്ങൾ കുറച്ചുകൂടി ടെൻഷൻ ഫ്രീ ആയിരിക്കും. നിങ്ങൾ കൂടുതലും എന്താ ഫ്രീ ആയിട്ടങ്ങ് എക്സാം എഴുതാൻ പറ്റും. നമുക്ക് കുറേ എക്സാമുകൾ എഴുതി പരിചയിച്ച ആളുകളാണെങ്കിൽ നമുക്ക് കുറച്ചേറെ ഫ്രീ ആയിട്ട് എക്സാമുകളെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് മോക്ക് എക്സാമുകൾ ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ ധാരാളം എക്സാമിൻ്റെ മോക്ക് ടെസ്റ്റുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെയും അല്ലെങ്കിൽ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള മോക്കുകൾ, അത് നിങ്ങൾ ജസ്റ്റ് കാണുക, ജസ്റ്റ് റിഫ്രഷ് ചെയ്യുക. ഓരോ സബ്ജക്റ്റും പഠിച്ചിട്ട് നിങ്ങൾ ഇതിനകത്തുള്ള എൻ്റെ വീഡിയോസിനെ പലതും ഈ റിവിഷൻ ചെയ്യുന്ന കുറേയേറെ വീഡിയോസ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ച ടോപ്പിക്സ് ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി റിവൈസ് ആവുകയാണ്. പിന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ എക്സാംസ് കുറച്ചുകൂടി ഈസി ആയിട്ട് പോകും. സോ അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം വെബ്സൈറ്റ് ആവാം, അല്ലെങ്കിൽ ഏതും ഉപയോഗിച്ച് നിങ്ങൾക്ക് മോക്കുകൾ ധാരാളം സ്വയമേ എഴുതുക. അതിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നിങ്ങൾ സ്വയമേ അത് അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ആൻസർ കീ നോക്കുക. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ മോക്ക് എക്സാംസുകൾ ധാരാളം എഴുതുക. സോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളാണ്, അതേപോലെ ഈ വരുന്ന എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. അപ്പം മാക്സിമം നിങ്ങൾ കിട്ടുന്ന ടൈം യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു മാസം ഈ ടൈം പീരീഡ് നിങ്ങൾക്ക് ഗോൾഡൻ ആയിട്ട് തന്നെ വെച്ചിട്ട് മാക്സിമം ടൈം അതിൽ എൻഗേജ്ഡ് ആവുക. കൂടുതൽ റിവിഷന് സ്പെൻഡ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എന്ത് ചെയ്യുക, ഹൈപ്പിൽ എത്തിക്കുക. കുറേ നാളുകളായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാവാം, അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞ് ഉടനെ ഈ ഒരു മേഖലയിലേക്ക് ഇപ്പം എത്തിച്ചേർന്നവരുണ്ടാവാം. ആരും ആയിക്കോട്ടെ, എത്ര നാൾ പ്രിപ്പയർ ചെയ്തെന്നോ അല്ലെങ്കിൽ അതൊന്നും ഒരു മാറ്ററേ അല്ല. മാക്സിമം എഫക്റ്റീവായിട്ട് എങ്ങനെ എത്ര നാൾ പഠിക്കുന്നുണ്ട്, അത് നമുക്ക് എത്രമാത്രം പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നതാണ് മാറ്റർ. സോ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ടൊരു സ്വപ്ന തുല്യമായിട്ടുള്ള ജോലി, എല്ലാവരും ഇതിലേക്ക് വരുമ്പം ആ ഒരു ജോലി എന്ന് പറയുന്ന ഒരു എയിം തന്നെയാണ് എല്ലാവർക്കും. സോ അതിനുവേണ്ടി മാക്സിമം ഫുൾ എഫേർട്ട് എടുത്ത് പഠിക്കുക. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത്. സോ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ധാരാളം വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയും തുടർന്നും വീഡിയോസ് ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.